അല്ല അമ്മ കുറേ വിളിച്ചോട്ടെ ഫോണിൽ പൈസ ഇല്ലാത്ത വിളിച്ചാൽ പോലില്ല ഞാൻ ഫോണ് മാണ്ടി തരാം ഞാൻ ശ്രദ്ധിക്കട്ടോ. കാലാട് വെച്ചിട്ട് നാളെ കാണാനേ പറ്റില്ല പിന്നെ ഞങ്ങൾക്ക് പോകാൻ ചില ഞങ്ങളൊക്കെ വെച്ചില്ലേ പോണ്ടോ ഇഷ്ടം പോയിക്കോട്ടെ പറക്കാന് ഒരു ദിവസം നിന്നോക്ക് ഉമ്മമാന്റെ റൂമ് കടന്ന കുഞ്ഞാതാൻ്റെ അടുത്ത് പോകാം പറക്കാൻ എന്നിട്ട് ഉമ്മമാരി റൂമിൽ കിടക്കുവോ എന്നിട്ട് നാളെ അനക്കൊന്ന് പറക്കാൻ പോയി പഠിച്ചെന്റെ മുത്തേ ഓണാക്കി ഇന്നത് കാണുന്ന ഒന്ന് പറക്കാൻ പോയോ ഇതുണ്ട് കുറച്ചൊന്നും കേൾക്കണില്ല അതൊക്കെ തുടങ്ങിയിരിക്കണം. ഞാൻ പ്ലേറ്റ് ഒക്കെ എടുത്തിരുന്നത്
afternoon. Good afternoon, Miss. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Ma'am, food കഴിച്ചോ? Ma'am, food കഴിച്ചോ? കഴിച്ചല്ലോ. കഴിച്ചല്ലോ ഫുഡ്. സമയായില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത് സെലക്ഷൻ പ്രോസസ് ആയിരുന്നു അല്ലേ? ഔട്ട്കംസ് പറഞ്ഞു സെലക്ഷൻ പ്രോസസ്. ഓക്കെ, സെലക്ഷൻ പ്രോസസ് എന്ന് പറയാമോ ആർക്കെങ്കിലും? എങ്ങനെയാ പോകുന്നത്? അതിന്റെ പ്രോസസ് പോകുന്നത് എങ്ങനെയാണ്? Screening application, Screening of applicants, selection test, selection interview, medical examination, reference, check and background verification, hiring decision. ഇത്രയും കാര്യങ്ങളാണ്. ഇതിലൂടെയാണ് സെലക്ഷൻ പ്രൊസീജിയർ പോകുന്നത് അല്ലെ? ബോട്ടം ടു ടോപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് പോകുന്നത്. ബോട്ടം ടു ടോപ്പ് പ്രൊസീജിയർ. ഓക്കെ, ഇനി നമുക്ക് എടുത്തത് സെക്കൻഡ് പോയിന്റ് വരെയാണോ? തേർഡ് പോയിന്റ് എടുത്തോ? Selection interview, മെഡിക്കൽ എക്സാമിനേഷൻ തുടങ്ങി എടുക്കണ്ടേ? നമ്മള് സെലക്ഷൻ പ്രൊസീജിയർ ആണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ പറഞ്ഞു സ്ക്രീനിങ് ഓഫ് അപ്ലിക്കന്റ്, അതുപോലെ തന്നെ അപ്ലിക്കേഷൻ ഫോംസിന്റെ കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം സെലക്ഷൻ ടെസ്റ്റുകളെ കുറിച്ച് പറഞ്ഞു. നെക്സ്റ്റ് സെലക്ഷൻ ഇന്റർവ്യൂസ്, നെക്സ്റ്റ് പ്രൊസീജിയർ ആണ് സെലക്ഷൻ ഇന്റർവ്യൂ. അത് കഴിഞ്ഞു. ഈ നെക്സ്റ്റ് ആണ് വരുന്നത് മെഡിക്കൽ എക്സാമിനേഷൻ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. Medical examination. Medical examination is performed in order to observe the candidate's stamina or patient level under pressure, as there are several jobs which require a lot of patience. So, medical examination എന്ന് പറഞ്ഞാൽ എന്താണ്? മെഡിക്കൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നടത്താറുണ്ടല്ലേ മെഡിക്കൽ എക്സാമിനേഷൻസ് ഒക്കെ. മെഡിക്കൽ എക്സാമിനേഷൻസ് നടത്തുമ്പോൾ നമ്മള് പല ജോബുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പല ജോബുകൾക്കും പ്രഷർ കൂടാറുണ്ട് ഇല്ലേ? ഓഫീസ് ജോബ് ആയാലും അല്ലെങ്കിൽ ബാങ്ക് ജോലികള്, അങ്ങനെ പലതരത്തിലുള്ള ഓർഗനൈസേഷനിലുള്ള ജോലികൾക്കൊക്കെ എന്താണ് ടാർഗറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് പ്രഷർ വരാറുണ്ടല്ലേ? അങ്ങനെ പ്രഷർ, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാമിന ഒക്കെ അളക്കുന്നതാണ് ഈ മെഡിക്കൽ എക്സാമിനേഷൻ. അപ്പോ അങ്ങനെയുള്ള പ്രഷർ വരുമ്പോ അതനുസരിച്ച് അവന് പോകാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ അതനുസരിച്ച് അവന് ക്ഷമയോട് കൂടിയിട്ട് ആ ജോലി ചെയ്യാനായിട്ട് പറ്റുമോ എന്ന് അറിയാനായിട്ട് നമ്മൾ നടത്തുന്ന എക്സാമിനേഷനെയാണ് മെഡിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? പല ജോബുമായിട്ട് ബന്ധപ്പെട്ട് ആളുകൾക്ക് പല പ്രഷേഴ്സ് ഉണ്ടാവാറുണ്ട് ഇല്ലേ? മാനേജറുടെ കയ്യിൽ നിന്ന്, അതുപോലെ തന്നെ HR-ന്റെ കയ്യിൽ നിന്നൊക്കെ നമുക്ക് എന്താണ് ഇന്ന ടാർഗറ്റ് ഫിക്സ് ചെയ്തില്ലേ? ഒരു ദിവസം ഇത്ര ടാർഗറ്റ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? അപ്പൊ പല പ്രഷറും വരാറുണ്ട്. അതുപോലെ ബുദ്ധിമുട്ടി വർക്ക് തീർന്നില്ലെങ്കിൽ അങ്ങനെയുള്ള പ്രഷറുകളെ സംബന്ധിച്ച് നമുക്ക് ചിലപ്പോ അത് ക്ഷമയോട് കൂടിയിട്ട് ചെയ്യാനായിട്ട് ചില ആളുകൾക്ക് പറ്റില്ല. അപ്പൊ ഇവിടെ നോക്കുന്നത് ഈ ഇങ്ങനെയുള്ള പ്രഷേഴ്സുകൾ വരുമ്പോ ക്ഷമയോട് കൂടിയിട്ട് അവന് അതിൽ പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ടോ എന്നാണ് ഈ മെഡിക്കൽ എക്സാമിനേഷൻ വഴി സൂചിപ്പിക്കുന്നത്. വളരെയധികം ക്ഷമ ആവശ്യമുള്ള ജോബുകൾ ഉള്ളപ്പോൾ കാൻഡിഡേറ്റിന്റെ ക്ഷമ പരിശോധിക്കുന്നതിനെയാണ് മെഡിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ആ മെഡിക്കൽ എക്സാമിനേഷൻ വഴിയാണ് കാൻഡിഡേറ്റിന്റെ ക്ഷമ അല്ലെങ്കിൽ സ്റ്റാമിനയൊക്കെ പരിശോധിക്കുന്നത്. എന്താണ് മെഡിക്കൽ എക്സാമിനേഷൻ evaluates whether the candidate possesses these qualities or not. ഇങ്ങനെ എക്സാമിനേഷൻ വഴി ഈ കാൻഡിഡേറ്റ് ഇതിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയോ ഇല്ലയോ എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും.
It identifies the deficiencies of selective and qualitative placement for positive course or not for rejection only. അപ്പൊ ഇങ്ങനെയുള്ള സ്റ്റാഫുകൾ നല്ല രീതിയിൽ ആദ്യത്തൊക്കെ ഫിക്സ് ചെയ്യുമ്പോൾ ഇങ്ങനെ നല്ല പേഷ്യൻസിനോട് കൂടിയിട്ട് അല്ലെ ക്ഷമയോട് കൂടി നല്ല സ്റ്റാമിനയോട് കൂടിയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ആളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കമ്പനിയിൽ നിർത്തും അല്ലെ. അല്ലാത്ത പക്ഷം അവരെന്താ ചെയ്യാം, എന്ത് ചെയ്ത് കളയും, നമ്മള് റിജക്ട് ചെയ്ത് കളയും അല്ലെ, റിജക്ട് ചെയ്ത് കളയാറുണ്ട്. It also indicates the suitability of a candidate for job or prevent his transfer of other job positions. അപ്പൊ കാൻഡിഡേറ്റിന് എന്താണ് അങ്ങനെയുള്ള ഗുണങ്ങളുണ്ടോ ഇല്ലയോ എന്ന് മെഡിക്കൽ എക്സാമിനേഷൻ വഴി നമ്മൾ പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. The medical examination is performed to place right candidate in the right job where they can function without any kinds of ill effect or loss to their health. It is generally performed by the organization or physician or medical officer authorized by the organization. മെഡിക്കൽ എക്സാമിനേഷനിൽ ആളുകളുടെ ക്ഷമ ടാർജറ്റൊക്കെ വരുമ്പോൾ ക്ഷമ പരിശോധിക്കാറുണ്ട്, നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് കഴിയുമോ എന്നാണ് മെഡിക്കൽ എക്സാമിനേഷനിൽ നോക്കുന്നത്. അപ്പൊ അവരുടെ ഹെൽത്ത് നഷ്ടപ്പെടാതെ, ചിലർക്ക് എന്താണ് പ്രഷർ അല്ലെ, ഇങ്ങനെ പ്രഷർ വരുമ്പോൾ ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഹെൽത്ത് നഷ്ടപ്പെടാതെ നല്ല രീതിയിൽ അനുയോജ്യരായിട്ടുള്ള ആളുകളെ ഈ മെഡിക്കൽ എക്സാമിനേഷൻ വഴി നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. ഹെൽത്ത് പോകാതെ നല്ല രീതിയിൽ മുന്നേറാനായിട്ട് നമ്മുടെ ഓർഗനൈസേഷന് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ടുള്ള രീതിയിൽ മുന്നേറാനായിട്ടുള്ള ആളുകളെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാനായിട്ട് ഈ മെഡിക്കൽ എക്സാമിനേഷൻ വഴി സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഇറ്റ് ഈസ് ജനറലി പെർഫോംഡ് ബൈ ആൻ ഓർഗനൈസേഷൻ ഓർ ഫിസിഷ്യൻ. ഓർഗനൈസേഷന് എന്താണ് തന്നെ അല്ലെ, ഓർഗനൈസേഷന് ഒരു ഫിസിഷ്യൻ ഉണ്ടാവും, ഓർഗനൈസേഷൻ്റെതായിട്ടുള്ള ഫിസിഷ്യനോ അല്ലെങ്കിൽ മെഡിക്കൽ ഓഫീസറോ അവിടെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ലാസ്റ്റ് പോയിന്റ്, it is generally performed by the organizations on physician or a medical officer authorized by the organization. ഓക്കെ, ക്ലിയർ ആയോ മെഡിക്കൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞത്? മെഡിക്കൽ എക്സാമിനേഷനിൽ ഇത്രയും കാര്യങ്ങൾ പറയുന്നുള്ളൂ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. മെഡിക്കൽ എക്സാമിനേഷൻ വഴി ഈ നമ്മള് പല പല ജോബുകൾ ഉണ്ടാവും അല്ലെ ഓർഗനൈസേഷനിൽ. അപ്പൊ അങ്ങനെയുള്ള ജോബുകൾ ഉണ്ടാകുമ്പോൾ അവിടെയുള്ള എന്താണ് എംപ്ലോയീസിന് പ്രഷറുകൾ വരാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രഷർ വരാം, പല പല ഇപ്പോ എന്താണ് വർക്ക് ചെയ്യുന്നില്ല, അതുപോലെ ടാർജറ്റ് അവർ പറയുകയാണെങ്കിൽ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റാതെയൊക്കെ ആകുമ്പോൾ എന്താണ് പല പ്രഷറുകൾ വരാം. അതുപോലെ തന്നെ ചിലപ്പോൾ ക്ഷമയോട് കൂടിയിട്ട് നമുക്ക് ആ വർക്കുകളൊന്നും കംപ്ലീറ്റ് ആക്കാൻ പറ്റിയെന്ന് വരും അല്ലെ. ചിലപ്പോ അങ്ങനെയുള്ള ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള സ്റ്റാഫിനെ ഇറങ്ങുന്നത് എന്ത് ചെയ്ത് കളയും, എലിമിനേറ്റ് ചെയ്ത് കളയും. ഇങ്ങനെയുള്ള പ്രഷറുകൾ ഉണ്ടാകുമ്പോൾ അതൊക്കെ നല്ല രീതിയിൽ എന്താണ് തരണം ചെയ്യാനായിട്ടുള്ള ആളുകളെ നമ്മൾ എന്ത് ചെയ്തിരിക്കും, സെലക്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓർഗനൈസേഷന് എന്താണ് ഓൺ ആയിട്ടുള്ള ഒരു ഫിസിഷ്യൻ അവിടെ അവൈലബിൾ ആയിരിക്കും. അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് റഫറൻസ് ചെക്ക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ. Selection procedure includes step of a reference check and background verification for the purpose of revealing more information regarding the candidate. നമ്മളിതിനെ വെരിഫൈ ചെയ്യാറുണ്ട് അല്ലെ, ബാക്ക്ഗ്രൗണ്ട് ആൻഡ് റഫറൻസ് ചെക്കുകൾ ചെയ്യാറുണ്ട് ഓരോ കാൻഡിഡേറ്റ് ഇന്റർവ്യൂസിന് വരുമ്പോൾ അല്ലെ. അവരെ സെലക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യും, റഫറൻസ് ചെക്ക് ചെയ്യാറുണ്ട്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ റഫറൻസ് ചെക്ക് ചെയ്യുന്നത് അറിയാൻ പറ്റുമോ? എന്തിനു വേണ്ടിയിട്ടാവാം? റഫറൻസ് ചെക്ക് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാവാം? ഓർത്തു നോക്കി. ഓക്കെ, ക്യാരക്ടർ അറിയാൻ വേണ്ടിയിട്ട്.
ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്, ക്വാളിഫിക്കേഷൻ എത്രയാണെന്ന് അറിയാം, എബിലിറ്റി അറിയാം, എക്സ്പീരിയൻസ് അറിയാം, ബിഹേവിയർ അറിയാൻ പറ്റും. ഓക്കെ, പ്രീവിയസ് വർക്ക് പ്ലേസിന്റെ. ഓക്കെ ഓക്കെ, ഇത്രയുള്ളോ? പറഞ്ഞത് കറക്റ്റ് ആണ് കേട്ടോ. ആർക്കെങ്കിലും എന്തെങ്കിലും പോയിന്റ് ഇല്ല? ഓക്കെ, എന്താണ് നമ്മള് സെലക്ഷൻ പ്രൊസീജിയർ ഇൻക്ലൂഡ്സ് ദ step of reference check and the background verification of the purpose of revealing more information. കാൻഡിഡേറ്റ്സിനെ പറ്റിയിട്ട് നമുക്ക് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് അല്ലെ, ഇൻഫർമേഷൻ, അവരുടെ മോർ ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ റഫറൻസ് ചെക്ക് ചെയ്യുന്നത്. ഓർഗനൈസേഷൻസ് റിക്വസ്റ്റ് the candidate for some reference from whom they can gain some more information. This information may be concerned with their background, character, working, etc. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, ഇപ്പൊ ഒരാള് നമ്മൾ ഇന്റർവ്യൂവിന് ക്ഷണിക്കുമ്പോ അവൻ ചിലപ്പോ വേറെ സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ അവിടെയുള്ള അവന്റെ എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ അവന്റെ വിഷ്ണു പറഞ്ഞതുപോലെ തന്നെ അവന്റെ വർക്കിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവൻ നല്ല രീതിയിൽ ഏബിൾ ആയിരുന്നോ ഇല്ലയോ എന്ന് നമുക്ക് ആ ചെക്കിങ്ങിലൂടെ നമുക്ക് അറിയാൻ പറ്റും, റഫറൻസ് ചെക്കിങ്ങിലൂടെ അറിയാൻ പറ്റും. അതുപോലെ തന്നെ അവന്റെ എന്താണ് ക്യാരക്ടേഴ്സ്, അതുപോലെ വർക്കിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയാണ്, നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ, ബാക്ക്ഗ്രൗണ്ട്, ഇതൊക്കെ നമുക്ക് ഈ റഫറൻസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷനിലൂടെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. This reference may be includes the ex-employees of the candidate, people from educational institution of the candidate, or some other important people who know the candidate's aptitude and skill. കൂടാതെ എന്തൊക്കെ അറിയാൻ പറ്റും, അവരുടെ എബിലിറ്റി, സ്കില്ല്, നോളജ് അല്ലെ, ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. In India, reference or not supported to be much important due to their subjectivity. ഇന്ത്യയിൽ ഇത് എന്താണ് അത്രയധികം പ്രോത്സാഹിപ്പിക്കുന്നില്ല, but they are an important source of valuable information which cannot be obtained from this their source. എന്താണ് ഇത്? പക്ഷേ നല്ല രീതിയിൽ അല്ലെ, ബാക്ക്ഗ്രൗണ്ട് ചെക്കിങ് റഫറൻസ് ഒക്കെ എന്താണ് നല്ല രീതിയിൽ ആ കാൻഡിഡേറ്റിനെ പറ്റി നമുക്ക് അറിയാനായിട്ടുള്ള ഒരു സോഴ്സസ് ആണെന്നാണ് പറയുന്നത്. വയലബിൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. മനസ്സിലായോ? റഫറൻസ് ചെക്ക് ആൻഡ് എന്താണ് ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ മനസ്സിലാക്കിയാൽ മതി. എന്താണ് വേണ്ട, ഇത് പാരാമരം നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് നമുക്ക് പറഞ്ഞ തന്നെയും പിന്നെ ഇങ്ങനെയൊക്കെ പറയുകയാണ് കേട്ടോ. ഓരോ വരിയും പഠിക്കേണ്ട ആവശ്യമില്ല. ആ കൺസെപ്റ്റ് എന്താണെന്ന് മാത്രം മനസ്സിലാക്കാം. എന്തൊക്കെയുണ്ട് റഫറൻസ് ചെക്ക് ആൻഡ് ബാക്ക്ഗ്രൗണ്ടിൽ, എന്തൊക്കെയാണ് കാൻഡിഡേറ്റിന് ചെക്ക് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ബാക്ക്ഗ്രൗണ്ട്, ക്യാരക്ടർ, അതുപോലെ വർക്ക് ചെയ്തിരുന്നിടത്തുള്ള റഫറൻസുകളൊക്കെ നമുക്ക് കിട്ടില്ല. അപ്പൊ അങ്ങനെ മാത്രം ഒന്ന് പഠിച്ചാൽ മതി. ഇത് മൊത്തം പഠിക്കാനിരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീരില്ല അല്ലെ. അപ്പൊ ഒരു ബോറിംഗ് അല്ലേ ശരിക്കും പറഞ്ഞാൽ. ഇത് വായിച്ചു തന്നെ പറയുമ്പോൾ തന്നെ എനിക്ക് ബോറടിക്കുന്നു. പറഞ്ഞ തന്നെയും പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് പഠിക്കാനായിട്ട് ഇതില് ബോറുണ്ട്. എന്നിരുന്നാൽ കൂടി ആ കൺസെപ്റ്റ് മാത്രം ഒന്ന് പഠിച്ചു വെക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഞാൻ അണ്ടർലൈൻ ചെയ്ത് തരുന്നുണ്ട്. അപ്പൊ റഫറൻസ് ചെക്ക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷനിൽ എന്താ പഠിച്ചത് നമ്മള്? എന്തൊക്കെയാ പറഞ്ഞത്? പറഞ്ഞു നോക്കി, നിങ്ങൾ തന്നെ ഓർത്ത് പറഞ്ഞാൽ മതി. പറഞ്ഞു നോക്കി. ചാപ്റ്റർ ഏതാ? സെക്കൻഡ് ചാപ്റ്റർ കേട്ടോ, റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ. ഓക്കെ, അപ്പൊ റഫറൻസ് ചെക്ക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷനിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഓരോ ആൾക്കാരുടെ നമ്മൾ എന്താണ് ബാക്ക്ഗ്രൗണ്ട് ആൻഡ് റഫറൻസ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് അല്ലെ ഇന്റർവ്യൂവിന് വരുമ്പോൾ. അപ്പൊ അതിൽ നിന്ന് കൂടുതൽ അവനെ കുറിച്ച് അറിയാനായിട്ട് നമ്മുടെ സ്കില്ല്, നോളജ്, അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻസ്, നമ്മുടെ എക്സ്പീരിയൻസ്, ആറ്റിറ്റ്യൂഡ് ഒക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. ക്യാരക്ടറിനെ കുറിച്ച് അറിയാൻ പറ്റും. അവന് കഴിഞ്ഞ അല്ലെങ്കിൽ എന്താണ് നേരത്തെ വർക്ക് ചെയ്തിരുന്ന സ്ഥലത്തെ എക്സ്പീരിയൻസ്, വർക്കിംഗ് കണ്ടീഷൻ എങ്ങനെയാണ്, അവരുടെ ബിഹേവിയർ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത്രയും മാത്രം പഠിച്ചു വെക്കാം. ക്ലിയർ ആയില്ലേ?
ഇനി നെക്സ്റ്റ് ആണ് പറയുന്നത് hiring decision and approval by appropriate authority. ഇനി നമ്മള് ഓരോ കാര്യങ്ങൾ നമ്മുടെ കാൻഡിഡേറ്റ് ഇന്റർവ്യൂവിന് വന്നു, അവരുടെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു, ഇന്റർവ്യൂ ഒക്കെ നടത്തി. ഇനി എന്ത് ചെയ്യണം? അങ്ങനെ നമ്മള് കമ്പനിയിലേക്ക് സെലക്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഡിസിഷൻ എടുക്കണം അല്ലെ. സെലക്ട് ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇത് ചെയ്യേണ്ടതെന്നാണ് ഇവിടെ പറയുന്നത്. Finally, based on the above step, the appropriate candidates are recommended for selection by the personal department or selection committee may hold the responsibility of finalizing the candidate for a job. Okay, page number ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഇനി നമ്മള് ആളുകളെ എന്താണ് നമ്മുടെ കമ്പനിയിലേക്ക് നമ്മൾ സെലക്ട് ചെയ്തെടുക്കണം. നമ്മുടെ കമ്പനിയിലേക്ക് യോജിച്ച ആളാണെങ്കിൽ, സ്കില്ലും നോളജും ഉള്ള ആളുകളാണെങ്കിൽ നമ്മുടെ കമ്പനിയിലേക്ക് എന്ത് ചെയ്തെടുക്കണം? സെലക്ട് ചെയ്യും അല്ലെ. അതിലൊരു കമ്മിറ്റി ഉണ്ട്, സെലക്ഷൻ കമ്മിറ്റി ഉണ്ട്. ആ സെലക്ഷൻ കമ്മിറ്റി ഫസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട് നോക്കിക്കോളൂ. സെലക്ഷൻ കമ്മിറ്റി may hold the responsibility for finalizing the candidate for the job. Sometimes organization have their own staff to recommend the candidate for final selection by the top management. ഈ കമ്മിറ്റി എന്ന് പറയും, ടോപ്പ് മാനേജ്മെന്റിനോട് പറയും ഇന്ന ആൾക്കാരെ സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോ ടോപ്പ് മാനേജ്മെന്റ് ചിലപ്പോ എന്ത് ചെയ്യാം? കാൻഡിഡേറ്റിനെ റെക്കമെൻഡ് ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? Generally, organization assign other authority to approve the final selection of candidate. അല്ലെങ്കിൽ എന്ത് ചെയ്യും? അതർ അതോറിറ്റിനെ, ഡിഫറെന്റ് അതോറിറ്റിനെ വെച്ചിട്ട് കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്തെടുക്കും. ഒന്നല്ലെങ്കിൽ ടോപ്പ് മാനേജ്മെന്റ് ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിഫറെന്റ് അതോറിറ്റിനെ അവര് അസൈൻ ചെയ്ത് കൊടുക്കും. ഇങ്ങനെ അവര് എന്ത് ചെയ്തെടുക്കും? കമ്പനിയിലേക്ക് ആളുകളെ സെലക്ട് ചെയ്തെടുക്കും. മനസ്സിലായോ? രണ്ട് കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. Okay. On receiving the approval, the candidates are told about the selection to the organization and are requested to report the concerned persons. ഇനി അവനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ കൂടി ചിലപ്പോൾ തീരുമാനിക്കും അല്ലെ, ടോപ്പ് മാനേജ്മെന്റോ അല്ലെങ്കിൽ അതർ ഡിഫറെന്റ് അതോറിറ്റിനെ അസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആരെ സെലക്ട് ചെയ്യണം എന്നുള്ളത്. അവരെന്ത് ചെയ്യും? ഒരാൾക്കാരെ സെലക്ട് ചെയ്യുന്നുണ്ട് കമ്പനിയിലേക്ക്. അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ അവനെ അറിയിക്കണം നമ്മൾ അല്ലെ, സെലക്ട് ചെയ്തിട്ടുണ്ട് എന്ന് അറിയിക്കണം. അറിയിച്ച് ഓർഗനൈസേഷൻ അറിയിച്ചു കഴിയുമ്പോൾ ഓർഗനൈസേഷൻ അവനോട് പറയും നിന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട്, ഇനി എന്താണ് കൺസേൺഡ് പേഴ്സണലിന്റെ അടുത്ത് വന്നിട്ട് കണ്ടോളൂ എന്ന് പറയും. ഓക്കെ, അതാണ് അവനെ സെലക്ട് ചെയ്തെന്ന് അറിയിച്ചതായിട്ടുള്ള ഒരു മറുപടി. ഓർഗനൈസേഷന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന മറുപടി കാൻഡിഡേറ്റിന് കിട്ടും. ഓക്കെ, ക്ലിയർ ആയോ? ഇത്തരം കാര്യങ്ങളാണ് ഹയറിംഗ് ഡിസിഷൻസ് ഓർ അപ്രൂവൽ ബൈ അപ്രോപ്രിയേറ്റ് അതോറിറ്റിയിൽ പറയുന്നത്. ഫസ്റ്റ് വൺ എന്താ പറഞ്ഞത്? ഒരാളെ നമ്മുടെ കമ്പനിയിലേക്ക് ഫൈനൽ സെലക്ഷൻ ചെയ്യണം അല്ലെ. എല്ലാ കാര്യങ്ങളും നമ്മുടെ ബയോഡാറ്റകള്, അതുപോലെ തന്നെ അവന്റെ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ്, റഫറൻസ് ഒക്കെ ചെക്ക് ചെയ്തതിനു ശേഷം അതോറിറ്റി അല്ലെങ്കിൽ ഓർഗനൈസേഷൻ തീരുമാനിക്കുകയാണ് ഇന്ന ആളെ നമുക്ക് സെലക്ട് ചെയ്യണം, ഫൈനലായിട്ട് സെലക്ട് ചെയ്യണം ആ പൊസിഷനിലോട്ട്. അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ആരൊക്കെയാണ് സെലക്ട് ചെയ്യുന്നത്? ഒന്നല്ലെങ്കിൽ ടോപ്പ് മാനേജ്മെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ അവര് ഡിഫറെന്റ് അതോറിറ്റിനെ അസൈൻ ചെയ്ത് കൊടുക്കും. ആ അതോറിറ്റീസ് ആയിരിക്കും ഫൈനലായിട്ട് കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യുന്നത്. ഇനി സെലക്ട് ചെയ്തു, ഇനി എന്നെ സെലക്ട് ചെയ്തെങ്കിൽ ഞാൻ അറിയണോ അല്ലെ എന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പൊ എന്ത് ചെയ്യും? ഓർഗനൈസേഷന്റെ ഭാഗത്ത് നിന്ന് അവരറിയിക്കും എന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഈ പൊസിഷനിലോട്ട്, എന്നെ സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവരറിയിക്കും. പിന്നെ ആളെ വന്ന് കണ്ടോളൂ എന്ന് പറയാറില്ലേ നമ്മളോട്? പറയാറുണ്ടോ? അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൊടുക്കും അല്ലെ, ഇന്ന ആളെ വന്ന് കാണൂ എന്ന് പറയാറുണ്ട് അല്ലെ. ഓക്കെ, കൺസേൺഡ് പേഴ്സൺസിനെ വന്ന് കാണാനായിട്ട് നമ്മളോട് കാൻഡിഡേറ്റ്സിനോട് പറയും. Okay, watch the giving the points. Medical examination, അതുപോലെ reference check and background verification, hiring decisions and approval by appropriate authority.
മനസ്സിരുത്തി വായിക്കാം കേട്ടോ. വായിച്ചു കഴിഞ്ഞാൽ മിസ്സിനോട് പറയണേ. ഓക്കെ, ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഓക്കെ, ജസ്റ്റ് ആ കൺസെപ്റ്റ് മാത്രം ഒന്ന് നോക്കി വെക്കാം കേട്ടോ. മതി. ഇനി നെക്സ്റ്റ് ആണ് അപ്പൊ നമ്മുടെ സെലക്ഷൻ പ്രോസസ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞു. അപ്പോൾ സ്ക്രീനിങ് ഓഫ് അപ്ലിക്കന്റ്, അപ്ലിക്കേഷൻ ഫോം പറഞ്ഞു, അതിനുശേഷം ടെസ്റ്റ്, സെലക്ഷൻ ടെസ്റ്റ്, സെലക്ഷൻ ഇന്റർവ്യൂ, മെഡിക്കൽ എക്സാമിനേഷൻ, റെഫറൻസ്, ചെക്ക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ, ലാസ്റ്റ് വൺ ആയിരുന്നു ഹയറിംഗ് ഡിസിഷൻസ് കേട്ടോ. ഇത്രയും ഭാഗങ്ങളാണ് സെലക്ഷൻ പ്രൊസീജിയർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് പോർഷൻ ആണ് പ്രിലിമിനറി ഇന്റർവ്യൂ. ഓക്കെ, നമുക്ക് നോക്കാം. The first step of the process of selection is preliminary interview. അതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചേ. ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് അല്ലെ, ഒരു കാൻഡിഡേറ്റിനെ നമ്മൾ ഓർഗനൈസേഷനിലേക്ക് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇന്റർവ്യൂ വഴിയാണ് അല്ലെ. ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് എന്ത്? പ്രിലിമിനറി ഇന്റർവ്യൂ എന്ന് പറയുന്നത്. After it has used various recruitment source and method to recruit the candidate. ഇനി പലതരത്തിലുള്ള സോഴ്സസുകളിലൂടെയും മെത്തേഡിലൂടെയുമാണ് നമ്മൾ ഇന്റർവ്യൂ നടത്തുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ, പല പല എന്താണ് സെലക്ഷൻ ടെസ്റ്റുകള്, പല പല മെത്തേഡുകൾ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നത് കാൻഡിഡേറ്റ്. ഓക്കെ, a preliminary interview means a brief interview in which the simple questions asked, skills, experience and salary expectations of the candidate are asked. അല്ലെ, ചോദിക്കാറുണ്ട് ഇന്റർവ്യൂസിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറുള്ളത്? എന്തൊക്കെയാണ്? ക്വാളിഫിക്കേഷൻ, അതുപോലെ സെൽഫ് അല്ലെ, ഇൻട്രൊഡ്യൂസിങ് യുവർ സെൽഫ് ചോദിക്കാറുണ്ട്. അതുപോലെ നിങ്ങൾ എവിടെയാ പഠിച്ചത്, അതുപോലെ എന്തൊക്കെയാണ് എക്സ്പീരിയൻസ് അല്ലെ, നിങ്ങൾ നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ചോദിക്കാറുണ്ട്. അതുപോലെ എന്താ, ഇപ്പൊ നമ്മുടെ ടെസ്റ്റുകൾ നടത്താറുണ്ട്, പല പല ടെസ്റ്റുകൾ, ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ, എന്താ ഒരു
ഒരു ടോപ്പിക് തന്നിട്ട് അതിനെ കുറിച്ച് സംസാരിക്കാൻ പറയാറുണ്ട്. അതുപോലെ ചോദിക്കാറുണ്ടല്ലേ, ലാസ്റ്റ് നമ്മളോട് ചോദിക്കാറുണ്ട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന സാലറി എത്രയാണ് ഇല്ലേ? ഇന്റർവ്യൂസിന് പോയവരുണ്ടെങ്കിൽ ചോദിച്ച് കണ്ടിട്ടുണ്ടാവും സാലറി എത്രയാണ്. നമ്മൾ പറയാറുണ്ടോ സാലറി? ചോദിച്ചു കണ്ടിട്ടുണ്ട് അല്ലെ? ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറയാറുണ്ടല്ലേ. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മള് എന്താണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് സ്കിൽസ്, എക്സ്പീരിയൻസ്, സാലറി എക്സ്പെക്ടേഷൻസിനെ കുറിച്ചുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഇങ്ങനെ പ്രിലിമിനറി ഇന്റർവ്യൂസിലൂടെ നമ്മൾ ചോദിക്കുക. Preliminary interview enables the organization to reject the applicants who are unsuitable for the job because they are either unqualified or unsuitable for a job. അല്ലെ, നമ്മളുടെ ഓർഗനൈസേഷന് യോജിച്ചതായിട്ടുള്ള സ്കില്ലും ഇതൊക്കെ സ്കില്ല് നോളജ് ഉള്ള ആളുകളാണ് നമ്മൾ സെലക്ട് ചെയ്തെടുക്കാം അല്ലെ. അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്ത് കളയും? റിജക്ട് ചെയ്ത് കളയാറുണ്ട്. Organization must ensure that the elimination process do not lead to unnecessary rejection and elimination of disabled candidates. Okay, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് പിന്നെയും കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ പ്രിലിമിനറി ഇന്റർവ്യൂവിൽ ആ പാരഗ്രാഫിൽ പറയുന്നത് എന്താണ്? ഒരു ഫസ്റ്റ് നമ്മൾ എന്താണ് കാൻഡിഡേറ്റിനെ നമ്മൾ ഓർഗനൈസേഷനിലേക്ക് തിരഞ്ഞെടുക്കുമ്പോൾ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? പ്രിലിമിനറി ഇന്റർവ്യൂ ആണ് അല്ലെ. ഓക്കെ, നമ്മൾ ഇത് ചെയ്യുന്നുണ്ട് പല മെത്തേഡുകളിലൂടെയും പല സോഴ്സുകളും യൂസ് ചെയ്തുകൊണ്ടാണ് ഇന്റർവ്യൂ നടത്തുന്നത്. അതുപോലെ തന്നെ പ്രിലിമിനറി ഇന്റർവ്യൂവില് എന്തൊക്കെയാണ് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്? സ്കിൽസ്, എക്സ്പീരിയൻസ്, സാലറി എക്സ്പെക്ടേഷൻസ്, അങ്ങനെയുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് കാൻഡിഡേറ്റ്സിനോട് ചോദിക്കുന്നത്. ഇത്ര മാത്രം ഒന്ന് ഓർത്ത് വെക്കാം. അതുപോലെ തന്നെ എന്താണ് പ്രിലിമിനറി ഇന്റർവ്യൂസിൽ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് തോന്നാം അല്ലെ, നമ്മുടെ കാൻഡിഡേറ്റ് നമ്മുടെ ഓർഗനൈസേഷന് യോജിച്ചതായിട്ടുള്ള കാൻഡിഡേറ്റ് ആണെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്തെടുക്കും, അല്ലെങ്കിൽ എന്താണ് അല്ലാത്തവരെ കൊള്ളാൻ പറയില്ല, റിജക്ട് ചെയ്ത് കളയാറുണ്ട്. ഓക്കെ, ഇത്ര മാത്രം മതി കേട്ടോ പാരഗ്രാഫിൽ മനസ്സിലാക്കാനായിട്ട്. ക്ലിയർ ആണോ? ഇനി എന്താണ്? ഇനി നോക്കി, ഫേസ് ടു ഫേസ് മെത്തേഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ പ്രിലിമിനറി ഇന്റർവ്യൂ അല്ലെ. അങ്ങനെയല്ലേ ചെയ്യാറ്? ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേറ്റ് ആണല്ലേ ചെയ്യുന്നത്. എംപ്ലോയറും എംപ്ലോയിയും അല്ലെ, കാൻഡിഡേറ്റ് അവിടെ ഇരിക്കും. അതുപോലെ തന്നെ നമ്മളെ ഇന്റർവ്യൂ ചെയ്യുന്ന റിക്രൂട്ടറും റിക്രൂട്ടിയും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് എന്ത് ഇന്റർവ്യൂ എന്ന് പറയുന്നത് അല്ലെ. പഠിച്ചിട്ടില്ലേ നമ്മള്? റിക്രൂട്ടർ ആരാ? ഇന്റർവ്യൂ ചെയ്യുന്ന ആളല്ലേ. റിക്രൂട്ടി ആരാ? നമ്മള് കാൻഡിഡേറ്റ് ആണല്ലേ. അപ്പൊ നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എങ്ങനെയാണ്? ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ. മാർക്ക് ചെയ്ത് വെച്ച് ഫേസ് ടു ഫേസ് മെത്തേഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ പ്രിലിമിനറി ഇന്റർവ്യൂസ്. The organization, in order to save their time, usually conduct interviews over the phone. There are many applicants for a simple job opening. അപ്പൊ ഈ കുറെ ആളുകൾ കാൻഡിഡേറ്റ് ഉണ്ടെങ്കിൽ എന്താ ചെയ്യാ? അവരുടെ ടൈം ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എംപ്ലോയേഴ്സ് ഇന്റർവ്യൂ ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ ഫേസ് ടു ഫേസ് ആണെങ്കിൽ നമ്മൾ അവിടെ വന്ന് ഇന്റർവ്യൂവിനെ വിളിച്ച് അല്ലെ, ടൈം കുറെ പോകും. അപ്പോ അത് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ചെയ്തിട്ട് ചിലവര് ഫോണിലൂടെ ഇന്റർവ്യൂ ചെയ്യാറുണ്ട് ഇല്ലേ? നടക്കുന്നില്ലേ ഇന്റർവ്യൂ? ഫോണിലൂടെ ഒക്കെ ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ടൈം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ക്രിയേറ്റിംഗ് എ വീഡിയോ ടാഗ് in which several applicants asked some questions to answer is another technique used the recruitment agencies. അപ്പൊ ഇനി ഫോണിലൂടെ നമ്മൾ ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ വീഡിയോ ടാഗ്സിലൂടെ നമ്മൾ ഇത് ചെയ്യാറുണ്ട്, ഇന്റർവ്യൂസ് ചെയ്യാറുണ്ട്. ഈ രണ്ട് മെത്തേഡുകളാണ് ടൈം കുറയ്ക്കാനായിട്ട് അവർ യൂസ് ചെയ്യുന്നത് കേട്ടോ. വീഡിയോ ടാഗ്സ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാല് ജസ്റ്റ് ഒന്ന് എഴുതിയെടുത്തോളൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ മതി. ആ ടെക്സ്റ്റിന്റെ ബാക്കിൽ ആ ടെക്സ്റ്റിന്റെ ഇവിടെ തന്നെ സൈഡിൽ തന്നെ എഴുതി വെച്ചാൽ മതി കേട്ടോ. വീഡിയോ ടാഗ് ഇന്റർവ്യൂ is a recorded conversation
video tap interview is a recorded conversation between an interviewer and an interviewee. Video tap interview is a recorded conversation between an interviewer and an interviewee. Recorded conversation ആണ് ട്ടോ. അപ്പൊ അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഫോണിലൂടെ നമ്മൾ ഇന്റർവ്യൂ ചെയ്യാറുണ്ട്, വീഡിയോ ടാപ്സ് വഴി നമ്മൾ ഇന്റർവ്യൂ നടത്താറുണ്ട്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ ടൈം കുറയ്ക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ടൈം കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്സുകളാണ് ഫോണിലൂടെയും അതുപോലെ തന്നെ വീഡിയോ ടാപ്സ് വഴിയായിട്ട് ഇന്റർവ്യൂ നടത്തുന്നത്. This techniques speed of the screening process within the organization. It is very impossible and rigid. ഇനി ഇങ്ങനെ ഫോണിലൂടെയും നമ്മൾ വീഡിയോ ടാപ്പിലൂടെയൊക്കെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത്? നമ്മള് ഇപ്പൊ ഫേസ് ടു ഫേസ് നടത്തുന്ന ഇന്റർവ്യൂ ആണോ, അല്ലെങ്കിൽ ഫോണിലൂടെയോ അല്ലെങ്കിൽ വീഡിയോ ടാപ്സ് വഴി ഇന്റർവ്യൂ ചെയ്യുന്നതാണോ നല്ലത്? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഏതാ കൂടുതൽ ബെറ്റർ? ഫേസ് ടു ഫേസ് ആണെന്ന് പറഞ്ഞു അല്ലെ. എന്തായിരിക്കാം അതിന്റെ റീസൺ പറയാൻ പറ്റുമോ? എന്തായിരിക്കാം റീസൺ? ഫേസ് ടു ഫേസ് ആണെന്ന് എല്ലാവരും പറഞ്ഞു. എന്താണ്? ആളുകളെ നേരിട്ട് കാണാം, പിന്നെ നേരിട്ട് കണ്ട് സംസാരിക്കാം. ഓക്കെയാണ്. പിന്നെ കോൺഫിഡൻസ് അറിയാൻ പറ്റുമോ അല്ലെ? ഓക്കെ, ക്ലിയർ ആവും. ഓക്കെ, കമന്റ് അല്ലേ? പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? എന്താണ് ഫേസ് ടു ഫേസ് നമ്മൾക്ക് കോൺവെർസേഷനിൽ ഇന്റർവ്യൂ ചെയ്യുമ്പോ അയാളെ നമ്മൾ നേരിട്ട് കണ്ട് അയാളുടെ സ്കില്ല്, നോളജ്, അതുപോലെ തന്നെ അയാളുടെ കോൺഫിഡൻസ് ലെവല് അല്ലെ, അതൊക്കെ നമുക്ക് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അല്ലെ? ഇല്ലേ? അപ്പോ അതുകൊണ്ടാണ് പറയുന്നത് ഫേസ് ടു ഫേസ് ഉള്ള ഇന്റർവ്യൂ ആണ് നല്ലത് അല്ലെ? എക്സ്പീരിയൻസ്, ഓക്കെ, അയാൾക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഒക്കെ അറിയാൻ പറ്റും നമുക്ക്. അങ്ങനെയുള്ള ഈ വീഡിയോസ് വഴി അല്ലെങ്കിൽ വീഡിയോ ടാപ്പ് വഴി അല്ലെങ്കിൽ ഫോണിൽ ഇന്റർവ്യൂ ഒക്കെ നടത്തുമ്പോ അത് അത്രയ്ക്ക് എന്താണ് ബെറ്റർ ആവണം എന്നില്ല അല്ലെ? അല്ലേ? ഓക്കെ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ഇനി എന്താണ്? ഫോർ എക്സാമ്പിൾ, എ പേഴ്സൺ ഹു ഹാസ് നെവർ പ്ലേഡ് സോക്കർ. സോക്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പന്ത് കളിയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്, പന്ത് കളി. സോക്കർ ഇൻ ഹിസ് ഓർ ഹെർ ലൈഫ് will be automatically dismissed in the preliminary interview as he or she does not meet certain requirements of being a team member of a soccer team. എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? ഈ സോക്കർ കളിയിൽ കൂടുതലായിട്ട് അറിയാത്ത ആളുകളാണെങ്കിൽ അവരെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? എന്താ ചെയ്യാ? ഒരു കളി ഇപ്പൊ എന്തെങ്കിലും ഫുട്ബോൾ ആയാലും ക്രിക്കറ്റ് ആയാലും അറിയാത്ത ആള് വന്ന് കളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാം? എന്താ സംഭവിക്കും? തെറ്റിപ്പോവും, അല്ലെങ്കിൽ എന്താണ് ആ ടീം ഫെയിൽ ആയി പോവും അല്ലെ? ഓക്കെ, അപ്പോ ഇവിടെ ഓർഗനൈസേഷനിലാണെങ്കിൽ ഒരു അറിയാത്ത ആള് നമ്മുടെ ആ പൊസിഷനിലേക്ക് ആ ജോലി അറിയാത്ത ആള് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? എന്താ സംഭവിക്കാം? ലോസ് ഉണ്ടാവും, കമ്പനിക്ക് ലോസ് ആണ് സംഭവിക്കുന്നത് അല്ലെ? പ്രോഫിറ്റ്
ലോസ് ആയിട്ട് മാറും അല്ലെ, ലോസ് ഉണ്ടാക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അയാൾ എന്താ ചെയ്യാം? അറിയാത്ത ജോബ് ആണെങ്കിൽ റിജക്ട് ചെയ്ത് കളയും ഇല്ലേ? അതാണ് അവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആ സോക്കർ അല്ലെങ്കിൽ ആ പന്ത് കളി അറിയാത്ത ഒരാളാണ് അത് കളിക്കാൻ വന്നതെങ്കിൽ അയാളെ നമ്മൾ എന്ത് ചെയ്യും? റിജക്ട് ചെയ്ത് ആ കളിയിൽ നിന്ന് പുറത്താക്കുകയാണ് അല്ലെ, അല്ലെങ്കിൽ ആ കളിയിൽ നിന്ന് അയാളെ പുറത്താക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഓർഗനൈസേഷനിൽ ആ പൊസിഷനിലോട്ട് അറിയാത്ത ആളുകളാണ് വരുന്നതെങ്കിൽ, ആ ജോലി ചെയ്യാൻ അറിയാത്ത ആളാണ് വരുന്നതെങ്കിൽ അവിടെ അയാളെ നമ്മൾ ആ കമ്പനിയിൽ നിന്നും റിജക്ട് ചെയ്ത് കളയുന്നു. ക്ലിയർ ആയോ? എക്സാമ്പിള് ഓക്കെ. ഓക്കെ, ഇനി ആ ചെറിയൊരു പാരഗ്രാഫ് കൂടി നോക്കിയേ. Preliminary interview should be someone who encourages the confidence, is sincerely interested in people, and has the reasonably reliable judgment when it comes to judging applicants. Apart from these qualities, the interviewer should be polite, friendly, and open-minded. നമ്മള് ഇപ്പോ ഫേസ് ടു ഫേസ് എന്താണ് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ എന്താണ് അയാളുടെ ഒരു ധൈര്യം കിട്ടുന്നുണ്ട് അല്ലെ, ഒരാൾക്ക് ധൈര്യം കിട്ടുന്നുണ്ട്. ചിലപ്പോ ഇന്റർവ്യൂവർ എന്ത് ചെയ്യുന്നത്? ധൈര്യം തരാറുണ്ട്. പറഞ്ഞോളൂ, അല്ലെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല പറയാറില്ലേ നമ്മളോട് ഇല്ലേ? അപ്പൊ ധൈര്യം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്പീരിയൻസ്, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ സ്കില്ലുകൾ, എക്സ്പീരിയൻസ്, അയാളുടെ കോൺഫിഡൻസ് ലെവലൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും ഇന്റർവ്യൂ എടുക്കുന്ന ആൾക്ക്. അതുപോലെ തന്നെ ഈ ഇന്റർവ്യൂവർ എന്ന് പറയുന്ന ആളുടെ പ്രത്യേകത എങ്ങനെയായിരിക്കണം എന്നാ പറയുന്നത്? പൊളൈറ്റ് ആയിരിക്കണം, ഫ്രണ്ട്ലി ആയിരിക്കണം, ഓപ്പൺ മൈൻഡ് ആയിരിക്കണം അല്ലെ, അങ്ങനെ നമ്മളോട് സംസാരിക്കണം അല്ലെ. ഇന്റർവ്യൂ എടുക്കുന്ന ആള് അങ്ങനെയുള്ള രീതിയിലായിരിക്കണം കാൻഡിഡേറ്റ്സിനോട് സംസാരിക്കേണ്ടത്. അതായിരിക്കണം അയാളുടെ പ്രത്യേകതകൾ. ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേ. ഇന്റർവ്യൂവർ ഷുഡ് ബി പൊളൈറ്റ്, ഫ്രണ്ട്ലി, ആൻഡ് ഓപ്പൺ മൈൻഡ്. ഇത്തരം കാര്യങ്ങളാണ് അയാൾക്ക് വേണ്ടത്. ഓക്കെ, അപ്പൊ എന്താണ്? കാൻഡിഡേറ്റ്സിന് കൂടുതലായിട്ട് ഒരു അറ്റാച്ച്മെന്റ് തോന്നുകയും കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ആവുകയും. സൗണ്ട് പോയാ? മിസ്സിന്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നില്ലേ? ക്ലിയർ ആണോ മിസ് പറയുന്നത്? ഓക്കെ ആണല്ലോ? ചിലപ്പോ നെറ്റിന്റെ പ്രശ്നമായിരിക്കും കേട്ടോ സ്മിത. ഓക്കെ, നെറ്റിന്റെ റേഞ്ച് പോയിട്ടുണ്ടാവും, അതായിരിക്കും. കേൾക്കാമോ സ്മിത? ഓക്കെ, അപ്പൊ എന്താണ് പ്രിലിമിനറി ഇന്റർവ്യൂസിൽ ഓക്കെ അങ്ങനെ ഫേസ് ടു ഫേസ് ഓക്കെ ആണ് അല്ലെ. ഫേസ് ടു ഫേസ് ഒന്നുകൂടി മിസ് പറയാട്ടോ. അപ്പൊ പ്രിലിമിനറി ഇന്റർവ്യൂസ് ചെയ്യുമ്പോൾ ഫേസ് ടു ഫേസ് ഉള്ള ഇന്റർവ്യൂ ആണ് ഏറ്റവും നല്ലതല്ലേ. നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നത് ഫേസ് ടു ഫേസ് ആണെങ്കിൽ കാൻഡിഡേറ്റിന് എന്താണ് ഒന്നുകൂടി കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ചെയ്യും. അയാളുടെ എക്സ്പീരിയൻസ് അല്ലെ, കോൺഫിഡൻസ് അറിയാൻ പറ്റും നമുക്ക്. അതുപോലെ സ്കില്ല്, നോളജ് ഒക്കെ നമുക്ക് കൂടുതലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എപ്പോഴും ആക്ട് ആയിട്ടുള്ളത് എന്താണ്? ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ ആണ്. അതുപോലെ തന്നെ ഇന്റർവ്യൂ ചെയ്യുന്ന ഇന്റർവ്യൂ എടുക്കുന്ന ആള് പൊളൈറ്റ്, ഫ്രണ്ട്ലി, ആൻഡ് ഓപ്പൺ മൈൻഡഡ് ആയിരിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇങ്ങനെ നല്ല രീതിയിൽ എളിമയോടുകൂടി, നല്ല ഫ്രണ്ട്ലിയോട് കൂടിയിട്ട്, ഓപ്പൺ മൈൻഡ് ഒക്കെ ആയിട്ട് സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാൻഡിഡേറ്റ്സിന് കൂടുതലായിട്ട് അവരുടെ കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും ഈ ഇന്റർവ്യൂവർ എന്ന് പറയുന്ന ആള് പൊളൈറ്റ് ആൻഡ് ഫ്രണ്ട്ലി, ഓപ്പൺ മൈൻഡഡ് ആയിരിക്കണം. He or she should not be impatient or impolite. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ. പൊളൈറ്റ് ആയിരിക്കണം, ഫ്രണ്ട്ലി ആയിരിക്കണം, ഓപ്പൺ മൈൻഡ് ആയിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ക്ഷമയില്ലാത്ത അല്ലെങ്കിൽ നല്ല രീതിയിൽ പെരുമാറാൻ പറ്റുന്ന ആളായിരിക്കണം എന്ന് പറഞ്ഞു അല്ലെ. ക്ഷമയില്ലെങ്കിലൊക്കെ എന്തായിരിക്കാം? കാൻഡിഡേറ്റ്സിന് പേടിയാവും അല്ലെ. അതുപോലെ തന്നെ ഇത് ഒരു എന്താണ് ഡിസ്കംഫേർട്ട് ആവും ഇല്ലേ, അങ്ങനെയുള്ള ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. എപ്പോഴും
പൊളൈറ്റ് ആയിട്ട് സംസാരിക്കുക, അതുപോലെ പൊളൈറ്റ് ആയിട്ട് പെരുമാറാം, ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറാം, ഓപ്പൺ മൈൻഡ് ആയിരിക്കണം, ധൈര്യം ഒന്നും കിട്ടില്ല. ഓക്കെ, വെരി ഗുഡ്. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇനി എന്താണ്? പ്രിലിമിനറി ഇന്റർവ്യൂ ആർ ഓൾസോ നോൺ ആസ്, മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. പ്രിലിമിനറി ഇന്റർവ്യൂവിനെ പറയുന്ന മറ്റൊരു പേരാണ് courtesy interview. Okay, courtesy interview. For this reason, courtesy interview എന്ന് പറഞ്ഞാൽ, courtesy എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് മീനിങ്? മര്യാദ. ഓക്കെ, മര്യാദ അല്ലെങ്കിൽ വിനയത്തോട് കൂടിയിട്ട് കേട്ടോ സംസാരിക്കുക. ഓക്കെ, അതൊക്കെയാണ് courtesyയുടെ മീനിങ് കേട്ടോ. മര്യാദ അല്ലെങ്കിൽ വിനയം. മനസ്സിലായോ പ്രിലിമിനറി ഇന്റർവ്യൂ എന്ന് പറഞ്ഞാല്? ക്ലിയർ ആണല്ലേ? ഇനി നോക്കി അപ്ലിക്കേഷൻ ഫോം. അപ്ലിക്കേഷൻ ഫോംസ് ഓർ അപ്ലിക്കേഷൻ പ്ലാൻ എന്നും കൂടി പറയുന്നുണ്ട് കേട്ടോ. ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. അപ്ലിക്കേഷൻ ഫോമിനെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, എന്നിരുന്നാലും ജസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കാം. അപ്ലിക്കേഷൻ ഫോമിനെ പറയുന്ന മറ്റൊരു പേരാണ് അപ്ലിക്കേഷൻ ബ്ലാങ്ക്. ആർ യൂസ്ഡ് ടു ഗെയിൻ ദ ബേസിക് ഡീറ്റെയിൽസ് അബൌട്ട് ദ കാൻഡിഡേറ്റ്. നമുക്ക് കിട്ടും അല്ലെ അപ്ലിക്കേഷൻ ഫോമിൽ നിന്ന് ബേസിക് ഡീറ്റെയിൽസ്. ആരുടെ കിട്ടുന്നത്? ആരുടെ ബേസിക് ഡീറ്റെയിൽസ് ആണ് കിട്ടുന്നത് അപ്ലിക്കേഷൻ ഫോമിൽ നിന്ന്? കാൻഡിഡേറ്റിന്റെ അല്ലെ? ഓക്കെ. It helps to identify the candidate's interest area that proved to be of great help in discussion during interview. It is the effective way of collecting the candidate's previous information. It also helps to pass the candidate details to management and other members of the interview panel, and also facilitate the data storage for the future use. അങ്ങനെ നമുക്ക് എന്താണ് ഈ അപ്ലിക്കേഷൻ ഫോമിൽ നിന്ന് കാൻഡിഡേറ്റിന്റെ ഇൻട്രസ്റ്റ് ഏരിയാസ്, ക്വാളിഫിക്കേഷൻ, സ്കില്ല്, അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അറിയാനായിട്ട് പറ്റും. ഇത് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്? It also helps to pass the candidate details to management and other members of the interview panel, and also facilitate data storage for the future user organization. എന്തെങ്കിലും ഫ്യൂച്ചർ യൂസിന് വേണ്ടിയിട്ട് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യുന്നുണ്ട്. ആരുടെ അപ്ലിക്കേഷൻ ഫോം? കാൻഡിഡേറ്റിന്റെ അപ്ലിക്കേഷൻ ഫോം അവിടെ ഫ്യൂച്ചർ ആയിട്ട് എന്തെങ്കിലും ആവശ്യങ്ങൾ ആയിട്ട് വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഡാറ്റ സ്റ്റോറേജിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി എന്താണ്? സിൻസ് ദ അപ്ലിക്കേഷൻ പ്ലാൻ ഈസ് ഫിൽഡ് ബൈ ദ കാൻഡിഡേറ്റ് is what handwriting അല്ലെ നമ്മൾ ചെയ്യാറുണ്ട് അല്ലെ? അപ്ലിക്കേഷൻ ഫോം ആരാ ഫിൽ ചെയ്യുന്നത്? കാൻഡിഡേറ്റ് തന്നെയാണ് അല്ലെ? അവന്റെ ഹാൻഡ് റൈറ്റിംഗിൽ അവൻ തന്നെ എഴുതുകയാണ് ചെയ്യുന്നത്. It proves to be useful tool for analyzing the personality and suitability for the organization. ഇനി എന്താണ്? അപ്ലിക്കേഷൻ ഫോംസ് either detail or concise depending upon the preference of the organization. അപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡീറ്റെയിൽഡ് ആയിട്ടുള്ള, എന്നിരുന്നാലും ചുരുക്കം. കൺസൈസ് എന്ന് പറഞ്ഞാൽ ചുരുക്കുക. ഓക്കെ, ചെറുരൂപം ചുരുക്കി എഴുത്തും അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസുകളും അപ്ലിക്കേഷൻ ഫോമിൽ ഉണ്ടാകുന്നുണ്ട്. The information required in these forms may differ based on type of job and the organization. Okay. അപ്പോ അപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാൻഡിഡേറ്റിന്റെ ഫേസ് ചെയ്യുന്ന എല്ലാ ബേസിക് ഇൻഫർമേഷൻസുകളും എന്തിലുണ്ടാവും? ഡീറ്റെയിൽസ്. ഓക്കെ, കാൻഡിഡേറ്റിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും അപ്ലിക്കേഷൻ ഫോമിൽ ഉണ്ടാവും. അതുപോലെ തന്നെ അതിന്റെ എന്താണ് ക്വാളിഫിക്കേഷൻസ്, അവരെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അല്ലെ? ക്വാളിഫിക്കേഷൻ, അഡ്രസ്സുകൾ, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ്, എക്സ്പീരിയൻസ്, അച്ചീവ്മെന്റ്സ്, എല്ലാ കാര്യങ്ങളും നമുക്ക് അതിനകത്ത് തന്നെ അവന്റെ അപ്ലിക്കേഷൻ ഫോം വായിച്ചിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ അവൻ തന്നെയാണ് അല്ലെ? അവന്റെ ഓൺ ഹാൻഡ് റൈറ്റിംഗിലാണ് ഈ അപ്ലിക്കേഷൻ
ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പോ ആപ്ലിക്കേഷൻ ഫോം കാൻഡിഡേറ്റ് നമ്മൾ ഓർഗനൈസേഷനോട് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഫോം എന്ത് ചെയ്ത് വെക്കുന്നത്, ഫ്യൂച്ചർ എന്തെങ്കിലും യൂസ് വന്നിട്ടുണ്ടെങ്കിൽ, ഭാവിയിലേക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വരാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. കിട്ടിയോ? മനസ്സിലായോ? ഓക്കെ. ഇനി നോക്കി ആപ്ലിക്കേഷൻ ഫോമിന്റെ ഡെഫിനേഷൻ വന്നിട്ടുണ്ട് കേട്ടോ. According to the US National Industrial Conference for Publication. Okay. അവര് പറഞ്ഞിരിക്കുന്ന ഡെഫിനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വാട്സാപ്പ് പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. The main item of information requested on application blank are name, address, case, marital status and dependents, schooling experience and reference. എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താ മനസ്സിലായ? ആപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അവര് പറഞ്ഞിരിക്കുന്ന ആപ്ലിക്കേഷൻ ഫോം എന്താ ഡെഫിനേഷൻ മനസ്സിലായത്? എന്തുണ്ടാവും ആപ്ലിക്കേഷനകത്ത്? ആപ്ലിക്കേഷൻ ഫോമിനകത്ത് നെയിം ഉണ്ടാവും, അഡ്രസ് ഉണ്ടാവും, ഏജ്, സ്റ്റാറ്റസ്, ഡിപെൻഡൻസ് ആൻഡ് സ്കൂളിംഗ് അല്ലെ, ക്വാളിഫിക്കേഷൻസ്, എക്സ്പീരിയൻസ് ഉണ്ടാവും, റഫറൻസ്, മുതലായ എല്ലാ കാര്യങ്ങളും അടങ്ങുന്ന ഒരു ഫോമിനെയാണ് നമ്മൾ ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇത്തരം കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. ഇത്തരം കാര്യങ്ങൾ മിസ് എടുക്കുന്നുള്ളൂ കേട്ടോ. വായിച്ചു നോക്കാം കേട്ടോ. ഡിപെൻഡൻസിന്റെ മീനിങ് ഒന്ന് പറഞ്ഞു കൊടുത്തേ. അടയാളപ്പെടുത്താൻ പറഞ്ഞ ഞാൻ പറഞ്ഞു കേട്ടോ. വിഷ്ണു കമന്റ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. പ്രിലിമിനറി ഇന്റർവ്യൂല് സെലക്ഷൻ പ്രോസസിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആണെന്നുള്ളത് മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ പ്രോസസ് ഓഫ് സെലക്ഷൻ ഈസ് ദ പ്രിലിമിനറി ഇന്റർവ്യൂ. ഓക്കെ, അത്രയും വരെ ചെയ്താൽ മതി. ഇനി നെക്സ്റ്റ് ആണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് അല്ലെ. സിമ്പിൾ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് ഉൾപ്പെടുത്തുന്നത്? സ്കിൽസ്, എക്സ്പീരിയൻസ് ആൻഡ് സാലറി എക്സ്പെക്ടേഷൻ ഓഫ് ദ കാൻഡിഡേറ്റ് ആസ്ക് ചെയ്യും കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. സ്കിൽസ്, എക്സ്പീരിയൻസ് ആൻഡ് സാലറി എക്സ്പെക്ടേഷൻസ്. അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ലൈക്ക് സ്കിൽസ്, എക്സ്പീരിയൻസ് ആൻഡ് സാലറി എക്സ്പെക്ടേഷൻസ്. Next paragraph, face-to-face method can be used for preliminary interviews. Face-to-face method can be used for preliminary interviews. Last paragraph, preliminary interview are also known as courtesy interview. ഡെഫിനിഷൻ മറക്കാതെ പഠിക്കണം കേട്ടോ. ഡെഫിനിഷൻ പഠിക്കാം. ആരുടെ ഡെഫിനിഷൻ ആണെന്ന് ചോദിക്കാറുണ്ട്.
ഇനി വല്ല ഡൗട്ടുകളുണ്ടോ? എന്തെങ്കിലും ഡൗട്ടുകൾ ഇത്രയും വരെ വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം കേട്ടോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ. ഓക്കെ, താങ്ക് യു.